ഇന്ന് കുറച്ച് നത്തോലി വാങ്ങിച്ചിട്ടുണ്ട്. ഒരു 1/2 കിലോ വരെ വാങ്ങിച്ചിനി. അതൊന്ന് മൊളീഷ്യം ഒക്കെ അയച്ചിട്ട് അത് മുറിക്കുന്നിപ്പോൾ. കുറച്ച് കഴുകിയിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് നത്തോലി മൊളീഷ്യം എന്നാണ് പറയലുമോ. അതിന് വെക്കുന്ന നമുക്ക് ആദ്യം 1 സ്പൂൺ ഉപ്പിടാം. നത്തോലിക്ക് വേണ്ടിയിട്ട് ഇത്രയും ഉപ്പ് കൊണ്ടു. ഇനി പിന്നെ പാകം നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇടാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ മുളക് പൊടി, പറങ്കിപ്പൊടി എന്ന് പറയും, അത് ഇടുന്നുണ്ട്. 1 സ്പൂണ് ഇടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ആക്കിയിട്ട് ഒരു പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെക്കണം വേവിക്കാൻ. ഇതിപ്പോൾ അരകോടിയാലും ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് പാകത്തിലിട്ടിട്ട് പിന്നെ അടുപ്പത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒരു 2 മിനിറ്റ് കൊണ്ട് അത് വേവും. നത്തലിന് അധികം വേവില്ല. നത്തോലി അല്ലെ നമ്മൾ നത്തലെന്നും പറയും. അപ്പോൾ അതിൻ്റെ ശേഷം അത് ഒരുവിധം ആയിട്ടാകുമ്പം അതിന് അരച്ച് ചേർക്കേണ്ടത് കുറച്ച് തേങ്ങ, 1 സ്പൂണ് ജീരകം, വെളുത്തുള്ളി, കുറച്ച് കുരുമുളക്, ഇതെല്ലാം കൂടി നമ്മൾ മിക്സിയിൽ നന്നായി ഒന്ന് അരച്ചെടുക്കണം. ഇപ്പം അരക്കുന്നതിൽ ഞാൻ കുരുമുളക് തന്നെയാണ് എടുത്തിന്. അപ്പോൾ കുരുമുളക് ഇല്ലെങ്കിൽ കുരുമുളക് പൊടിയായിട്ടും എടുക്കാം, എന്നാലും ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പം നത്തല് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരവ് ഒഴിക്കാം. അരവൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് ഇതാക്കിയിട്ട് ഇങ്ങനെ ഇതാക്കി വെക്കാം, പീച്ചിട്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് തിളക്കുകയേ വേണ്ടത്. ഇത് നത്തലിന് പറഞ്ഞാൽ വേവ് കുറവില്ല മീനാണ്, പെട്ടെന്നാവും. അപ്പോൾ ഇപ്പം നമ്മുടെ മൊളീഷ്യം റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണ നനക്കുന്നുണ്ട്. കുറച്ചേ വേണ്ടു. പിന്നെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അമ്മ ഉണ്ടാക്കിയ മൊളീഷ്യം റെഡി ആയിട്ടുണ്ട്. അപ്പം ഈ ഭാഗത്ത് മാത്രം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അറിയില്ല. പയ്യന്നൊരു ഭാഗത്ത് ഇങ്ങനത്തെ മൊളീഷ്യം ഉണ്ടാക്കാറുണ്ട്, നത്തൽ മൊളീഷ്യം. അപ്പോൾ നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്ക്. പിന്നെ എന്നിട്ട് അഭിപ്രായം ഒന്ന് പറയും.